ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ മുഖം ആരും മൈൻഡ് ചെയ്യണ്ട, കാരണം ഞാൻ ഇപ്പോൾ അതേ ഉറങ്ങി എണീറ്റ് വന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 9:15 സമയം. കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറച്ച് നേരം കിടന്നുറങ്ങി. നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഒന്ന് മൊത്തത്തിൽ സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഒരു ഫുൾ സ്ട്രെച്ച് കുക്കിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്. അപ്പം നാട്ടിൽ നിന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിങ്ങിൽ വലിയ ധാരണയൊന്നുമില്ല. എൻ്റെ കുക്കിംഗ് വ്ളോഗ്സ് കണ്ടപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞാൻ തന്നെ കുക്ക് വിത്ത് ജാൻവി എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒരു സീരീസ് തുടങ്ങിയെങ്കിലും 2 വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇതുവരെ ഒരു ഫുൾ സ്ട്രെച്ച് കുക്കിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ലീവാണ്, ഇന്ന് ക്ലാസ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് കുക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാവും എന്നറിയില്ല, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചിക്കൻ കൈകൊണ്ട് മറ്റേ നമ്മൾ കറി കഴിക്കുന്നല്ലാണ്ട് മറ്റേ ആ കറി വെക്കണതിൻ്റെ മുമ്പേ ഉള്ള ഒരു ഫോമിൽ ഞാൻ ഇതുവരെ ചിക്കൻ തൊട്ടിട്ടില്ല. അപ്പോൾ തൊട്ടിട്ടില്ല വെച്ചാൽ എനിക്കെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താവും എങ്ങനെയാവും ഒന്നും എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പം രാവിലെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് സ്ട്രോബെറി ബനാന സ്മൂത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുണ്ടാക്കിയിട്ട് അത് കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉച്ചക്കേക്കുള്ള ചോറും ചിക്കൻ കറിയും നോക്കാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ എന്താവും, ഈ കറിയൊക്കെ ഫ്ലോപ്പ് ആവുമോ നല്ലതാവോ എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫസ്റ്റ് കുക്കിംഗ് എക്സ്പീരിയൻസ് ആണല്ലോ, ലൈക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട്. നാട്ടിലാകുമ്പം അമ്മയുണ്ട്, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എറണാകുളം പോകുമ്പോൾ പൂപ്പി ഉണ്ടാവും അങ്ങനെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്മൂത്തി അടിക്കാനാണ് പോകുന്നത്. ഈ ജ്യൂസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പെട്ടി പൊട്ടിക്കൽ വ്ളോഗിൽ. അപ്പോൾ ആ ജ്യൂസർ ഞാൻ ഇതിന് വേണ്ടിയിട്ടാട്ടോ മേടിച്ച്. ഇവിടെ വന്നാൽ എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലൊരു സ്മൂത്തി അടിച്ചാൽ വയറ് ഫുള്ളാവും. അപ്പോൾ ഞാൻ ഒരു സ്മൂത്തി ഉണ്ടാക്കട്ടെ. എനിക്ക് ആദ്യം ഇത് കഴുകിയെടുക്കാം. യൂസ്ഫുള്ളായി തോന്നാൻ കാരണം നമുക്ക് ജ്യൂസറിലോട്ട് ആൽമണ്ടിന് അങ്ങനെ ഇടാം. ഡേറ്റ്സ് നമുക്ക് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഉള്ളൊന്ന് നോക്കാം. കാരണം ഇങ്ങനെ പുഴുവൊന്നും ഉണ്ടാവില്ല, പക്ഷെ ചില ഡേറ്റ്സിൽ പുഴു ഉണ്ടാവാറുണ്ട് കേട്ടോ. അതല്പം നല്ല ഡേറ്റ്സ് അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇതിപ്പോൾ എനിക്ക് അച്ഛൻ ദുബായിന്ന് കൊണ്ടു തന്നാ. ഞാൻ ഇതിനെ പതുക്കെ സംസാരിക്കുന്നത് എനിക്കറിയില്ല. രാവിലെ എണീറ്റ് ഉഷാറായി വരുന്നേ ഉള്ളൂ. നല്ല നല്ല ഡേറ്റ്സ് കേട്ടോ. ഈ കുരുവിൽ കുറച്ച് അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. സ്ട്രോബെറി ആണെങ്കിൽ നമുക്കൊന്ന് ഉള്ളിലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു 4 കഷ്ണം ആക്കിയിട്ടിടാം. അപ്പം ജ്യൂസറിലിടുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടുമല്ലോ. ഓക്കെ, ഇത് നല്ല സ്ട്രോബെറിയാണ്. ഇതിനകത്തിട്ടോ. ഇനി ഇത് നോക്കട്ടെ. ഞാൻ ഇതുവരെ സ്ട്രോബെറി സ്മൂത്തി കുടിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഇനി കുടിച്ചു തുടങ്ങും. അമ്മ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് ചിലതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഇന്ന് ഇതാണോ, ഇതെനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുമല്ലോ. അപ്പം അമ്മ പറയും ഒറ്റക്ക് നിൽക്കുമ്പോൾ എല്ലാം തിന്നുന്ന്. ഇപ്പം അതേ അവസ്ഥയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണമെന്നേ ഉള്ളൂ. ഇഷ്ടമൊന്നും നോക്കാറില്ല. എളുപ്പത്തിൽ എന്തുണ്ടാക്കാൻ പറ്റുമോ അതുണ്ടാക്കി തിന്നും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അപ്പം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഇതൊക്കെ നമുക്ക് ഇഷ്ടമായി തുടങ്ങും. ഇത് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. സ്ട്രോബെറി എനിക്കിഷ്ടമാണ്, വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. സ്മൂത്തി അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അറിയില്ല, നോക്കാം. ഇന്നറിയാമല്ലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് എല്ലാവരും എല്ലാം കഴിച്ച് പഠിച്ചോ. എപ്പോഴെങ്കിലൊക്കെ ഇതുപോലത്തെ അവസ്ഥ വരുമ്പോൾ ഇങ്ങനെയൊക്കെ തിന്നേണ്ടി വരും. പഴം ഇത്ര മതിയോ എനിക്കറിയില്ല ഗൈസ്. ഒരു ഫുൾ പഴം ഇടണോ? എന്തായാലും ഇട്ടു. ഇത്ര പോരെ മതിയെന്ന് തോന്നും. ബാക്കി ഞാൻ തിന്നാം. അയ്യോ, രാവിലെ വെള്ളം കുടിച്ചില്ല, ബോട്ടിൽ എടുത്തതുമില്ല. വെരി ഗുഡ്, കുഴപ്പമില്ല. ഇന്ന് വെള്ളം കുടിക്കണ്ട. യൂഷ്വലി വെള്ളം കുടിച്ചിട്ടാണ് എന്തെങ്കിലും കഴിക്കാറ്. ഓക്കെ, പാലിടാം.
ഓക്കെ, ഇത്ര പാൽ മതി ഞാൻ വിചാരിക്കും. കുറച്ചും കൂടി ഒഴിക്കാം. ഇനി പാല് കുറഞ്ഞു പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. കാരണം ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ആപ്പിൾ സ്മൂത്തി അടിച്ചായിരുന്നു, അപ്പോൾ കുറച്ച് പാല് കുറഞ്ഞു പോയി. നമുക്ക് സ്മൂത്തി അടിച്ചിട്ട് റൂമിൽ പോയിട്ട് ഇരിക്കാം കുറച്ച് നേരം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫുഡ് ഉണ്ടാക്കാം ഉച്ചക്കത്തെ. ചാർജ് തീർന്നു ഈശ്വര. എനിക്ക് നല്ല ഐസാണല്ലോ, ചാർജ് കഴിഞ്ഞു ഗൈസ്. നമുക്കിത് എന്ത് ചെയ്യാന്നറിയോ, റൂമിൽ കൊണ്ടുപോയി കുത്തി വയ്ക്കാം, എന്നിട്ട് കുടിക്കാം. വേറെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ ഫ്ലോപ്പായി ഗൈസ്. തുടക്കം തന്നെ പാളിയല്ലോ ഗൈസ്. ഞാനെന്ത് ചെയ്യും? നമുക്ക് ഇതും എടുത്ത് റൂമിൽ പോയി ഇതിനെ കുത്തി വയ്ക്കാം, എന്നിട്ട് ഇത് അടിച്ച് കുടിക്കാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കുടിക്കാൻ, ഓപ്പണിംഗ് ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി. സൗണ്ടൊക്കെ പോയി ഈശ്വര. ഞാനൊരു കാര്യം മറന്നുപോയി. ഞാനിത് കുടിച്ച് തീരാറായപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിത് കാണിച്ചില്ലല്ലോ എന്ന്. എന്തുണ്ടായെന്ന് വെച്ചാൽ മീമി വിളിച്ച്, അപ്പം ഞാനും മീമിയും വർത്താനം പറഞ്ഞ് ഞാനിത് അടിച്ച് കുടിച്ചു ആ സമയത്ത്. പിന്നെ ഞാൻ മീമീൻ്റെ ഫോണ് കട്ടായിട്ട് ഇങ്ങനെ ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് അയ്യോ ഇത് ഞാൻ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ രാവിലെ പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റായി നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ രാത്രി ഡിന്നർ ലൈറ്റായിട്ട് കഴിക്കുന്നവർക്കും വേണമെങ്കിൽ കഴിക്കായിരിക്കും. ചിലർ പറയും രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ കഴിക്കേണ്ട. രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നല്ല ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ബാക്കി കുടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ചിക്കൻ കറിയുടെ പരിപാടികൾ നോക്കാം. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, ഐ എം ബാക്ക്. നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളി വേണം, ടൊമാറ്റോ വേണം, ചില്ലി വേണം. പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇന്നലെ പോയിട്ട് എനിക്ക് എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ പോയ സൂപ്പർ മാർക്കറ്റിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് മുറിക്കാൻ പോണേ. എനിക്കറിയില്ല അത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന്. കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാവുമായിരിക്കും. നമുക്ക് ഉള്ളി ഒന്ന് മുറിക്കണം. ഇത് കുറച്ച് സീനാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെടും ഉള്ളി മുറിച്ചെടുക്കാൻ. ഓക്കെ, ഉള്ളി മുറിക്കാൻ ഞാൻ കഷ്ടപ്പെടുമല്ലോ ഈശ്വര. കട്ടിംഗ് ബോർഡ് അത്യാവശ്യമായിട്ട് മേടിക്കണം. പക്ഷെ ഞാൻ ഇന്നലെ കുറേ നോക്കി, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ അടുത്ത് കരിവേപ്പില അങ്ങനത്തെ സാധനമൊന്നും എനിക്ക് കിട്ടിയില്ല ഇന്നലെ പോയ സൂപ്പർ മാർക്കറ്റിൽ. കരിവേപ്പിലയില്ല, മല്ലിയില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. അമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാന്ന്. അപ്പം ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം. അപ്പോൾ എന്താ പറയുക, അമ്മ പറഞ്ഞു കുഴപ്പമില്ല, നീ ഉണ്ടാക്കുന്നതല്ലേ, നീ നിനക്ക് നല്ല രുചി ഉണ്ടാവുമെന്ന്. സത്യാട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വെട്ടിയെടുക്കാം. എനിക്ക് ഈ സ്റ്റീൽ പ്ലേറ്റ് ആയതുകൊണ്ട് ഇതിന് കല വരുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ സ്പീഡിൽ മുറിക്കാനൊരു പേടിയാണ്. ഞാൻ മെല്ലെ ആട്ടോ മുറിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് ഉള്ളി മുറിക്കാൻ അറിയാത്തതുകൊണ്ടല്ല കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വീട്ടിലും ആയാലും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് അറിയാണ്ടില്ല. ഇതിപ്പോൾ ഞാൻ പേടിച്ചുകൊണ്ട് മുറിക്കുന്നുണ്ട്. അപ്പം ഇത് സ്റ്റീൽ പ്ലേറ്റ് ആണല്ലോ, ഇത് സ്ലിപ്പായി പോകാനും ചാൻസസ് ഉണ്ട്. നമ്മൾ കുറച്ച് റിസ്ക്കാണ് ചെയ്യുന്നത്. സ്റ്റിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പം ഞാൻ ഈ ഉള്ളിയും തക്കാളിയും ഇഞ്ചി അല്ലല്ലോ എന്താ പറയുക, പച്ചമുളകൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരാം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ എടുക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ പേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് വെട്ടിയിട്ട് നമുക്ക് കാണാം. പേസ്റ്റ് ചെറുതായിട്ട് കണ്ണെരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഞാൻ കിടന്ന് കരിയുന്നുണ്ടാവും. മൂക്കുന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി. ഓക്കെ, നമ്മൾ എല്ലാം മുറിച്ച് കഴിഞ്ഞു. ചോര പുറത്ത് വന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ചിക്കൻ ഞാൻ കുറച്ചും കൂടെ നേരത്തെ പുറത്തെടുത്ത് വെക്കണമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്ന കിച്ചൺ അല്ലല്ലോ. അതാണ് എനിക്ക്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെ നിന്ന് എനിക്ക് ബോറടിക്കും. റൂമിലാകുമ്പോൾ എൻ്റെ ബെഡിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ. സോ നമ്മൾ വെജിറ്റബിൾസ് മുറിച്ച് കഴിഞ്ഞു. ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി. ഇനി നമ്മൾ കുക്കർ കഴുകണം അല്ലേ. ഞാൻ അമ്മേനെ വീഡിയോ കോൾ വിളിച്ചോണ്ടാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. അമ്മ അവിടെ ഉണ്ട്. ഇതെല്ലാം അമ്മ കുക്കറെല്ലാം ഓൾറെഡി കഴുകി കൊടുത്തയച്ചതാ. ആ ശരിയാ, നമ്മളൊന്ന് ചോറ് വെച്ച് പരീക്ഷിച്ച് നോക്കിയായിരുന്നു, മറന്നുപോയി. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ,
കുക്കർ റെഡി. അല്ല, കുക്കറിൽ കറിയും വെച്ച് ഞാൻ ചോറയിൽ പിന്നെ ചോറ് മറ്റേലും വെക്കാം. അതുണ്ട്. അമ്മയും പണിയെടുത്തോണ്ട് കൊടുത്തു. അമ്മ ഇങ്ങോട്ട് വാ, സ്ക്രീനിൽ വരും. അമ്മയും കിച്ചണിൽ, ഞാനും കിച്ചണിൽ. വെളിച്ചെണ്ണ ഓൾറെഡി കോൾഡ് പ്രസ്ഡ് വെളിച്ചെണ്ണയത്. ഇതാണ് എന്റെ വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് ഉള്ളി മാത്രം വീഴണം കേട്ടോ. ഞാൻ ഉള്ളി ഇടാൻ പോവാണ്. അയ്യോ, തക്കാളി ഞാൻ തോലൊന്നും കളഞ്ഞിട്ടില്ല ഇന്ന്. ഇവിടുത്തെ തക്കാളിയെല്ലാം നല്ലായിരിക്കും അമ്മ. ആണോ? പക്ഷെ നമ്മളല്ലേ ഇപ്പൊ തോല് കളഞ്ഞ് ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാരും തോല്. നിങ്ങളൊക്കെ തോല് കളഞ്ഞിട്ടാണോ തക്കാളി ഉപയോഗിക്കല്? പറയൂ. അമ്മ അതെ, അതെനിക്കറിയാം. ഞാൻ ചോദിച്ചത് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം. എന്റെ സബ്സ്ക്രൈബേഴ്സ് പറയട്ടെ, അവര് തോല് കളഞ്ഞിട്ടാണോ ഉപയോഗിക്കല്? എന്റെ ഫസ്റ്റ് ഒരു ഫുൾ സ്ട്രെച്ച് കുക്കിംഗ് വീഡിയോ. ഓ, പാല് പറിച്ചു പറഞ്ഞ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അതൊരു കഥയായിരുന്നു. പക്ഷെ അതൊരു ഐശ്വര്യാന്ന് എല്ലാരും പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞവരെല്ലാം പറഞ്ഞു ആദ്യം തന്നെ പാല് പറിച്ചു പറഞ്ഞത് നന്നായി, ഒരു ഐശ്വര്യാണ്. അപ്പൊ നമ്മളിപ്പോ കുക്കറിൽ ചിക്കൻ വെച്ചിട്ടുണ്ട്. അതിനിപ്പോ 2 വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം എന്താവും എന്നൊക്കെ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോ ആയി വരുമ്പോൾ നോക്കാം. ഇനി നമുക്ക് ബസ്മതി റൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ എല്ലാം ആക്ച്വലി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെയിറ്റ് കൂടിയിട്ട് എൻ്റെ പാത്രങ്ങൾ കുറച്ചൊക്കെ എനിക്ക് എടുത്ത് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പൊ എൻ്റെ അടുത്ത് റൈസ് ഉണ്ടാക്കേണ്ട ഒരു പാത്രം ഇപ്പം ഇല്ല. തൽക്കാലം ഞാൻ ഈ ഒരു പാത്രത്തിൽ ബസ്മതി റൈസ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ പോയി അരിയെല്ലാം കള്ളട്ടെ. ഞാൻ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇത് എൻ്റെ ചിക്കൻ കറി. ചോറ് കുറച്ച് വെന്ത് പോയിന്, പക്ഷെ കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. നമ്മൾ കഴിക്കാൻ പോവാണ്. അത് നമുക്ക് കുറച്ച് ചോറിടാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ഗ്ലാസ് അരി വേണ്ടാന്ന് തോന്നുന്നത് ഒരുപാടുള്ള പോലെ ഉണ്ട്. നമ്മൾ ചോറ് വിളമ്പി. ഇനി നമുക്ക് കറി എടുക്കാം. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ചോറൊരിത്തിരി പശ ആയെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കിയ ചോറും കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല മണമുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക്. ഒരു ചിക്കൻ പീസ് എടുക്കട്ടെ. ഓ, ചിക്കനൊക്കെ കറക്റ്റ് വേവാ. നല്ല ചൂട് പുക ഉണ്ട് വരുന്നു. ആക്ച്വലി യമ്മിയാണ്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. ചിക്കൻ കറിക്ക് ആ ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ട്, കൊള്ളാം. അപ്പം മിക്കവാറും ഈ ചോറ് ഞാൻ തീർക്കും, നോ വറീസ്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഫുൾ സ്ട്രെച്ച് കുക്കിംഗ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറിയും ചോറുണ്ടാക്കി സക്സസ്ഫുള്ളായി. ചോറ് ഇത്തിരി വന്നു എന്നേ ഉള്ളൂ, ബാക്കി കറി നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ കഴിച്ചിട്ട് ഞാൻ തന്നെ പറയുന്നു എന്ന് വിചാരിക്കരുത്, ആക്ച്വലി കൊള്ളാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിനി പോയി കഴിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. Until then, bye and take care.